15 കൊല്ലം കെട്ടിയോണ്ട് കൂടെ അന്തസ്സായി ഇരുന്നിട്ട് ഷാജിക്ക് ഈ 2 കൊല്ലമായിട്ടുള്ളൂ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമും. ഇതിന് മുന്നേ നല്ല കുടുംബിനിയായിട്ട് വീട്ടിലെ ഭാര്യയായിട്ടും മക്കളുടെ ഉമ്മയായിട്ടും വേറുള്ളതും ടീച്ചറായിട്ടും വേറുള്ളതായിട്ട് ഷാജി അന്തസ്സായി കുടുംബം നോക്കിയിട്ടുണ്ടടി. നിന്നെ പോലെ കണ്ടവന്മാരെ നിരങ്ങി കാറില് കണ്ടവന്മാരോട്. ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ഷാജിദ ഷാജി തന്നെയാണ് കേട്ടോ. ഈ ഷാജിദ ഷാജി ഒരു വീഡിയോ, ഞാൻ ഷാജിദ ഷാജി ഒരു വീഡിയോ 2 ദിവസം മുമ്പ് ഇട്ട സമയത്ത് അതിൽ കുറച്ച് കമൻസുകൾ താഴെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് തന്നെയാണ് ഷാജിദ ഷാജി ഇത്രമാത്രം വളർത്തുന്നത്, അവൾ ഒരു പെണ്ണാണോ, അവൾ വിളഞ്ഞ വിത്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കമൻസുകൾ താഴെയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഇങ്ങനെ അവളെ ഉപദ്രവിക്കുന്നത്, അവൾ അവളുടെ പാട് നോക്കി ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു, അല്ല കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വ്യക്തികളെയും തേജോവധം ചെയ്യാറില്ല, ഒരു വ്യക്തികളെ ഞാൻ അങ്ങനെ മോശം പറയുന്നൊരു വ്യക്തിയല്ല. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഷാജിദ ഷാജിയുടെ ഒരു ചെറിയ ക്ലിപ്പിംഗ് ഞാനിവിടെ കാണിക്കാം നിങ്ങളെ. അപ്പോൾ അതിൽ ഷാജിദ ഷാജി സ്വന്തം ഉമ്മായി പറയുന്ന കുറച്ച് വേർഡ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. എത്രയോ മോശമായിക്കോട്ടെ, സ്വന്തം അമ്മ എന്ന് പറയുന്ന ആൾ എത്രയോ മോശമായിക്കോട്ടെ, എത്ര മോശമാണെങ്കിലും നമ്മളെ അമ്മയെക്കുറിച്ച്, നമ്മളെ അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് വിളിക്കുന്ന ആ സ്ത്രീയെ ചെറ്റ എന്നൊക്കെ അഭിസംബോധന ചെയ്ത ഷാജിദ ഷാജി സപ്പോർട്ട് ചെയ്യുന്ന ഷാജിദ ഷാജിയുടെ 2 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സിന് എന്താണ് പറയേണ്ടത്? നിങ്ങൾ ഷാജിദയെ സബ്സ്ക്രൈബ് ചെയ്തു, ഓക്കെ, അത് 5 മക്കളെ പോറ്റാൻ കഷ്ടപ്പെടുന്ന ഒരു അമ്മയ്ക്ക് നിങ്ങൾ നൽകിയ ഒരു ദയാദാക്ഷിണ്യമാണ് ആ സബ്സ്ക്രൈബ് കൗണ്ട്. ഞാൻ വേറൊരു യൂട്യൂബറിൻ്റെ ഒരു റിയാക്ഷൻ കണ്ടായിരുന്നു. അതായത് ഈ ഷാജിദ ഷാജി വെല്ലുവിളിക്കുന്ന ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടായിരുന്നു, സഫീന ബീവി എന്ന് പറയുന്നൊരു യൂട്യൂബറിൻ്റെ. അപ്പം അതിൽ അവർ വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് അവർ ആ റിയാക്ഷൻ ചെയ്യുന്നത്. ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല, ഈ ഒരൊറ്റ വീഡിയോ ആണ് കണ്ടത്. ഈ ഷാജിദയുടെ വീഡിയോ കണ്ടതിന് തൊട്ട് താഴെയായിട്ട് റെക്കമെൻഡേഷനിൽ വന്നതാണ്. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഷാജിദ ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഷാജിദ സ്വന്തം ഉമ്മായെ വിളിക്കുന്ന കുറച്ച് നല്ല പേരുകൾ കേട്ടിട്ട് വരാം. പിന്നെ എന്റെ തള്ള എന്ന് പറയുന്ന ചേറ്റ തള്ളക്കില്ലേ ഞാൻ നേരാവണ പണ്ടേ കണ്ടുപിടി. എടി പണ്ടേ എന്റെ ഗൗർക്കാന്റെ കൂടി എന്റെ കെട്ടിയവനും എന്റെ കുട്ടികളുടെ കൂടിയും കഴിയണ ഈ തള്ളക്കളവിക്കും എന്റെ രണ്ടാമത്തെ അനിയത്തിന് ഞാൻ പറയില്ല, എന്റെ 3ാമത്തെ അനിക്ക് അസൂയടി. എന്റെ കൈർക്ക് എനിക്ക് ഒരു നല്ല ഡ്രസ്സ് എടുത്ത് തന്ന, നല്ല ചെരുപ്പ് വാങ്ങി തന്ന, നല്ലൊരു ബാഗ് വാങ്ങി തന്ന, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് നല്ല രീതിയിൽ സ്നേഹത്തിൽ കഴിഞ്ഞ എന്റെ തള്ളയ്ക്കും ബാക്കിയുള്ളവർക്കും കുത്തലടി. അത് ഞാൻ 15-16 കൊല്ലമായിട്ട് കണ്ടിട്ട് എന്നടി വരുന്നത് പുളുത്തി അടി. പിന്നെ എന്താടി ആളൊക്കെ ഉമ്മാന്ന് വിളിക്കാൻ പറ്റൂടി? എടി ഉമ്മാന്ന് വിളിച്ച നാവ് എടീന്ന് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പാലൊന്നും ഞാൻ കുടിച്ചിട്ടേ ഉണ്ടാവില്ല. കാരണം ഞാൻ പാല് കുടിക്കേണ്ട ടൈമിലൊക്കെ എന്നെ അവിടെ ഇട്ടെറിഞ്ഞിട്ട് പണിക്ക് പോയ ആളാണ്, പണം ഉണ്ടാക്കാൻ. പിന്നെ എന്റെ അത്ത സംശയരോഗി പറഞ്ഞില്ലേ, സംശയരോഗം ഇല്ലാണ്ടിരിക്കോ? കണ്ടന്മാരുടെ ഒക്കെ പണിക്ക് പോയാൽ എന്റെ അത്താക്ക് സംശയം വരെ എന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ അത്ത പറയുന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ അത്താനെ പ്രാന്തനാക്കി ആങ്ങളാരനെ കൊണ്ട് ഒരടി അടുപ്പിച്ചു. ഒരടിയല്ല, അടിക്ക് എന്റെ അത്ത അപ്പ വീണടി. അവിടെ എന്റെ അത്ത അപ്പ വീണടി. പിന്നെ അത്ത ഈ പടി കേറിയിട്ടില്ലടി, അറിയാം നിനക്ക്? അതുപോലെ തന്നെ എന്റെ ചെറിയ അനിയത്തി ചൂലും കെട്ടുകൊണ്ട് എന്റെ അത്താനെ ഓടിച്ചിട്ടുണ്ട്. അതിനുള്ളതാടി അവളിപ്പൊ അനുഭവിക്കണത്. എന്റെ അത്താനെ ഈ വീട്ടിനുള്ളിൽ കടക്കുമ്പോ ചൂലും കെട്ട് അടിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ നിങ്ങള് വളരെ പാവം എന്ന് പറഞ്ഞ പെൺകുട്ടി പറഞ്ഞ വേർഡ്സുകളാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇപ്പം ഇതിന് ന്യായീകരിക്കാൻ കുറച്ച് ആളുകൾ വരും കേട്ടോ. അവളെ ഇങ്ങനെ എനിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, തൊണ്ടവേദന എടുക്കുന്ന പോലെ അസ്വസ്ഥത ഉണ്ടാണ് അവിടെ ഇങ്ങനെ ആക്കുന്നത്. അതിന് ചിലർ പറയും എന്തോ അണയ്ക്കാതെ അങ്ങനെയൊക്കെ ചില കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തോ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് തൊണ്ടയ്ക്ക്, അതിൻ്റെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമിനീര് ഇറക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിലും കുറച്ച് ആളുകൾ പറയും കേട്ടോ, അവൾ പാവം, അവളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടല്ലേ, അവൾ ഇങ്ങനെയുള്ള മറുപടികൾ പറയുന്നത്. എത്ര മാന്യമായ രീതിയിൽ മറുപടി പറയാം. ഷാജിദയുടെ വോയിസ് നിങ്ങൾ കേട്ടോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്കൊന്നും മനസ്സിലാവില്ല ഇവർ എന്താ അർത്ഥമാക്കുന്നതെന്ന്. ഇവർ പറഞ്ഞ 2 ഡയലോഗുകൾ ഞാൻ പറയാം. അവരുടെ ഉമ്മയ്ക്ക് ഇവർ ജീവിക്കുന്നത് ഇഷ്ടമല്ല, ഇവരുടെ 3ാമത്തെ അനുജത്തിക്ക്, 2ാമത്തെ അനുജത്തിയെ ഒഴിവാക്കി 3ാമത്തെ അനുജത്തിക്ക്, അതായത് ഏറ്റവും അനുജത്തിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇവരുടെ ഉമ്മ ഇവർക്ക് പാല് കൊടുത്തിട്ടില്ല. ഉമ്മയെക്കുറിച്ച് അങ്ങ് മോശം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ പ്രസവിച്ചതിനെ കണക്ക് പറഞ്ഞു, ഞാനും എൻ്റെ 5 മക്കളെ പ്രസവിച്ചു,
അപ്പോൾ ആ ഒരു പോയിന്റ് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഷാജിദ സ്വന്തം 5 മക്കളെ പ്രസവിച്ചു. എന്നിട്ട് ഷാജിദയ്ക്ക് ഈ 5 മക്കളിൽ ആരോടെങ്കിലും പ്രത്യേക സ്നേഹക്കുറവോ ഒക്കെ ഉണ്ടോ? 5 ഷാജിദയുടെ മക്കളില്ലേ, അതുപോലെ തന്നെയാണ് എല്ലാ അമ്മമാർക്കും. പിന്നെ മക്കൾക്ക് അങ്ങനെ തോന്നും. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് 2 മക്കളാണ്, ഞാനും എൻ്റെ ബ്രദറും. ഞാൻ എൻ്റെ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ബ്രദറിനോടാണെന്ന് പറയും. അമ്മയോട് പറയും അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവളോടാണ് എന്ന് പറയും. അത് സർവ്വസാധാരണമാണ്. പക്ഷേ ഈ അമ്മമാർക്ക് ഒരിക്കലും മക്കളെ ഇങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. പിന്നെ കുഞ്ഞു പ്രായമായിരിക്കുന്ന സമയത്ത്, അതായത് എനിക്ക് 2 മക്കളാണ്, എനിക്ക് 2 പെൺമക്കളാണ്. അപ്പം മൂത്ത ആൾക്ക് 10 വയസ്സും ഇളയാൾക്ക് 4 വയസ്സുമാണുള്ളത്. അപ്പം പൊടി മോളാണ് ഇളയാൾ. അപ്പോൾ അവൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഞാൻ അവളെ അടിക്കാതെ ദേഷ്യം ചിലപ്പം പോട്ടെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് വിടും. അപ്പോൾ മൂത്ത ആളാണെങ്കിൽ നമ്മൾ ശിക്ഷിക്കും. അപ്പം ആ ഒരു വ്യത്യാസം ആ ഒരു പ്രായത്തിൽ കാണും. കുറച്ചുകൂടെ വളർന്നു വരുമ്പം 2 പേരും ഈക്വലാണ്. 2 പേർക്കും നമ്മൾ ഒരേ തരത്തിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് പറയും. എത്ര മക്കളുണ്ടായാലും ഇപ്പം 10 മക്കളുള്ള അമ്മയാണെങ്കിൽ 10 മക്കളെ ഒരേപോലെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഷാജിദ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കണക്ക് പറയുന്നത് നമുക്ക് കാണാം. ഷാജിദയുടെ അടുത്ത ക്ലിപ്പിങ് കാണാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല. എൻ്റെ അത്താനെ ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഫോട്ടോ എടുക്കുന്ന ആളാണ്, എൻ്റെ കൂടെ നിർത്തുന്ന ആളാണ്. ഇന്നാളിങ്ങനെ ഞാൻ കണ്ടപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് ഓട്ടോക്കാരൻ നേട്ടന്മാരടക്കം ചോദിച്ചു, ഷാജി നീ എന്താ ഈ പിച്ചക്കാരൻ്റെ കൂടെയും പ്രാന്തന്മാരുടെ കൂടെയും നീ ഫോട്ടോ എടുക്കണേ? ഞാൻ പറഞ്ഞു അത് പിച്ചക്കാരനോ പ്രാന്തനോ അല്ല, അത് എന്നെ ഉണ്ടാക്കിയ തന്തയാണ്, അത് എൻ്റെ ഉപ്പയാണ്. എൻ്റെ ഉപ്പയാണെന്ന് പറയാൻ എനിക്ക് മാനക്കേട് ഇല്ലടി. എൻ്റെ ഉപ്പ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഉപ്പാനെ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ ആൾക്കാരുണ്ടടി. പിന്നെ ഈ നോക്കിയ കഥ പറയണ്ടടി. അതേപോലെ തന്നെ അടി 5 ഇപ്പൊ ഞാനും നോക്കണ്ടടി. 5 ഈ തള്ളനെ പോലെ ആങ്ങളാരില്ലാണ്ടും വാപ്പല്ലാണ്ടും അനിയത്തിമാരില്ലാണ്ടും മേളേച്ചമാരില്ലാണ്ടും അമ്മാവന്മാരിൽ ആരിൻ്റെയും സഹായം ഇല്ലാണ്ട് ഷാജി വളർത്തുണ്ടെങ്കിൽ നീ പറയുന്നല്ലേ യൂട്യൂബില്ലേ, യൂട്യൂബ് ഇപ്പോഴാണ് തരുന്നത്. യൂട്യൂബ് ഇതുവരെ വരുമാനം. ഈ 2 കൊല്ലമായി എൻ്റെ കെട്ടിയോൻ മരിച്ചിട്ട്. ഈ 2 കൊല്ലം 6-7 മാസം ഒരു യൂട്യൂബ് നോക്കിയിട്ട് അല്ലേടി ഷാജി നിന്നിട്ടുണ്ടായിരുന്നത്. ആരുടെ കൂടെ ഇരിക്കണം, ആരുടെ കൂടെ കിടക്കണം, ആരുടെ കൂടെ ഒക്കെ ഒളിച്ചോടണം എന്ന് ഞാൻ തീരുമാനിക്കോടി. അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയടി. നീ പറയണ്ടല്ലോ എൻ്റെ അക്കൗണ്ടിൽ കണ്ടവന്മാരുടെ പൈസ. എടി അത് എൻ്റെ കഴിവാടി. കണ്ടവന്മാര് എനിക്ക് പൈസ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ഇട്ടുതരും, അത് എൻ്റെ കഴിവാടി. അത് നീ സമ്മതിച്ചടി സഫീന. നിന്റെ ഈ ചപ്പാത്തി പോലത്തെ മോറ് കണ്ടിട്ട് വരുന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ സഫീന എന്നതാണ്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണ്. ഈ സംഭവം എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം. ഷാജിദ ഷാജിയെ കുറിച്ച് സഫീന ബീബി എന്ന് പറയുന്ന യൂട്യൂബർ എന്തോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അപ്ലോഡ് ചെയ്ത സമയത്ത് എന്തോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ആ വീഡിയോ ഞാൻ കണ്ടില്ല. അപ്പം ആ സാഹചര്യത്തിൽ ഷാജിദ ഷാജിയുടെ മകൻ ഈ സഫീന ബീബി എന്ന് പറഞ്ഞ യൂട്യൂബറെ വിളിച്ചു. മോശമായ രീതിയിൽ, ആ കുട്ടിക്ക് എത്ര പ്രായമുണ്ട്, മോശമായ രീതിയിൽ അവരോട് സംസാരിച്ചു. അവരതിനെതിരെ മറ്റൊരു വീഡിയോ ഇട്ടു. അപ്പം അതാണ് ഈ ഷാജിദ പറയുന്നത്. എന്താ ഒരു ക്രെഡിറ്റ് ആയിട്ട് പറയുന്ന കാര്യമുണ്ട്. എൻ്റെ മക്കളോട് ആരെ ചീത്ത വിളിക്കണം, ആരോട് നല്ല രീതിയിൽ പെരുമാറണം, ആരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നല്ലൊരു ഭാര്യയാണ്, ഞാൻ നല്ലൊരു മരുമകളാണ്, ഞാൻ നല്ലൊരു മകളാണ്, ഞാൻ നല്ലൊരു ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊന്നും നമ്മളല്ല പറയേണ്ടത് ഷാജിദ, ഇതൊക്കെ പുറമേയുള്ള ആളുകളാണ് നമുക്ക് പറയേണ്ടത്. ഞാൻ പറയാമല്ലോ, സത്യത്തിൽ ഷാജിദ ആദ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കും ഷാജിദയോട് ഭയങ്കര സിമ്പതിയായിരുന്നു. കഷ്ടം, ഇത്രയും പ്രായമുള്ള 32 വയസ്സുള്ള എൻ്റെ പ്രായമാണ്. അപ്പം ആ പ്രായത്തിലുള്ള 5 മക്കളുണ്ട്. ഞാൻ പറഞ്ഞു 2 മക്കളെ വളർത്താൻ തന്നെ, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ 2 മക്കളെ വളർത്താൻ ഇത്രയും പാടുപെടുന്ന സമയത്ത് ഭർത്താവിൻ്റെ സൗകര്യമില്ലാതെ, അത് ഭർത്താവ് എന്ന് പറയുന്ന ഒരാളുടെ കരുതലില്ലാതെ 5 മക്കളെ വളർത്തിയെടുക്കുക എന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഷാജിദയോട് ഭയങ്കര ഒരു സിമ്പതി ഉണ്ടായിരുന്നു. പക്ഷേ തുടർന്ന് ഷാജിദയുടെ ഓരോ വീഡിയോസ് കാണും തോറും ഭയങ്കരമായിട്ട് ആ ഒരു ഇഷ്ടം നമുക്ക് ദേഷ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ വീഡിയോ ഈ സമയത്ത് സ്വന്തം കുഞ്ഞുങ്ങൾ ബാക്കിലുണ്ട്. ഈ പറയുന്ന വേർഡ്സ് എല്ലാം ആ കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ട്. നാളെ ഇവരിത് ഉപയോഗിക്കും. മനസ്സിലായ? ചൈൽഡ് ലൈനെ കുറിച്ച് പറയുന്നുണ്ട്. ചൈൽഡ്ഹുഡ് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ചൈൽഡ് ലൈനെ കുറിച്ചാണ് പറയുന്നത്. അതായത് കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താലുള്ള കാര്യം, അതിനെക്കുറിച്ചൊക്കെയാണ്. ഞാൻ കുഞ്ഞുങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ തൻ്റെ മക്കളെ, നമ്മൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും ഒക്കെ, നിങ്ങൾ 2 യൂട്യൂബേഴ്സായോ ഒക്കെ, അതൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങൾ. പക്ഷേ ഷാജിദ എല്ലാവരെയും വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാനലുകാരെയും വെറുതെ വിടുന്നില്ല. റിയാക്ഷൻ ചാനലുകാരെ എല്ലാം ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ ഇപ്പോൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. ഇനി ഇത് ഷാജിദയുടെ കണ്ണിൽ പെടുമ്പോൾ ഇനി നമുക്കും എതിരെ നമ്മളെയും വെല്ലുവിളിക്കുമോ എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഷാജിദ വായിച്ചെന്ന് പെടാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടോ.
ഭയങ്കര എന്തൊക്കെയാണ് ഷാജിദ പറയുന്നതെന്നുള്ളത് ഷാജിദയ്ക്ക് പോലും അറിയില്ല. അതിൻ്റെ തെളിവുണ്ട്. നമുക്ക് കുറച്ച് ഭാഗം കൂടെ കണ്ടിട്ട് വരാം. അവള് റംലു പറയുന്ന എൻ്റെ ഇക്കാന്റെ പെങ്ങള് പറഞ്ഞ ചെറ്റച്ചി വന്നിട്ട് DNA ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ മക്കളുടെ ഗ്രൂപ്പും കാര്യങ്ങളും എനിക്കും ബ്ലഡ് എടുത്ത് നീ ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കടി, പ്രൂഫ് കാണിക്കടി. ഞാൻ എവിടെ വരാനും അന്ന് നിന്നെ ഞാൻ വെല്ലുവിളിച്ചതാണ്. വാടി നീ തെളിയിക്കാന്, എൻ്റെ വയറ്റിൽ കുട്ടി ഉണ്ടായിട്ട് നീ തെളിയിക്കടി. എടി എൻ്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയുന്നു ഉറച്ച മനസ്സോടെ നിന്നവളാടി നീ. എനിക്ക് പ്രഗ്നന്റ്, എൻ്റെ കെട്ടിയോ മരിച്ചിട്ട് 4 മാസം ഞാൻ ഇവിടെ ഇരുന്നപ്പോഴും നീയും അവളും കൂടി എവിടെയോ കിടക്കണം, അവളും നീയും കൂടി എനിക്ക് പ്രഗ്നന്റ് ആണെന്ന് ഉണ്ടാക്കിയപ്പോ എടി പുല്ലത്തി, ഞാൻ അന്ന് വിളിച്ചതും പടച്ചോനെയാണ്. പടച്ചോനെ എനിക്കിതിനൊക്കെ ഒരു വഴി നീ കാണിച്ചു തരണേ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് ഞാൻ എൻ്റെ പടച്ചോനോടാടി പറഞ്ഞത്. അല്ലാണ്ട് നിന്നെ മറ്റുള്ളവരെ പോലെ പച്ചറിച്ച് തിന്നിട്ട് നിന്റെ മക്കളെ ദീപക്കുറ്റി പോലെ ഇങ്ങനെ നടക്കാനും അഴയാനും വയ്യാത്ത രീതിയിൽ എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നില്ലടി പുല്ലത്തി ഷെഫീന. കൊറേ ഇങ്ങനെ ഇട്ടിട്ട് വരും, ഹലോ ഗൈഷ് ഇങ്ങനെ കുറെ വരും. ഹലോ ഗൈഷ്, യൂട്യൂബിൽ ഞാൻ യൂട്യൂബാണ്, ഞാനൊരു യൂട്യൂബറാണ് പറഞ്ഞിട്ട് ഓള് ഇങ്ങനെ വരും. പിന്നെ അവള് പറയും കുറെ ഇങ്ങനെ വരും. എന്തിടി നിനക്കൊരു നിലപാടുണ്ട് ഇത്? ഞാൻ എൻ്റെ വായും കൊണ്ട് പറഞ്ഞാടല്ലോ. പിന്നെ നീ ഇന്ന് രാവിലെ എൻ്റെ കുട്ടീനെ തെറി. എടി പുല്ലത്തി ഷെഫീന, നിന്റെ വായിന്ന് വന്ന തെറികൾക്ക് കണക്കില്ലടി. എടി ഞാൻ പറഞ്ഞ തെറികളൊന്നല്ല, നീ വിളിച്ച തെറികള് റെക്കോർഡഡ് ആണ് മോളെ. കണ്ടല്ലോ, നിങ്ങൾ എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടല്ലോ, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, മറ്റേ ഒരു സ്ത്രീയാണ്. നമുക്ക് അതിൻ്റെതായ എല്ലാ പരിമിതികളും ഉണ്ട്, അത് ഓർക്കണം. നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കെതിരെ നെഗറ്റീവ്സ് ഉണ്ടാകുമെന്ന് ഷാജിദയ്ക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെ അതിൻ്റെതായ രീതിയിൽ വിടുക, തൻ്റെ മക്കളെയും കൂടെ അതിൽ വലിച്ചഴിക്കാതെ നല്ല രീതിയിൽ. ഇപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഫുള്ളായിട്ട് ഷാജിദ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് വരിക. അതായത് തനിക്ക് തന്ന എല്ലാ ആളുകളുടെ സപ്പോർട്ടും തൻ്റെ കൂടെ ഉണ്ട്. നല്ല നല്ല കണ്ടൻറ്റുകൾ ചെയ്ത്, ഇപ്പോൾ ഷാജിദ മക്കളോട് നിൽക്കുന്ന അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ചെയ്ത് ഷാജിദയ്ക്ക് മുന്നേറാവുന്ന കാര്യമുള്ള ഒരുപാട് വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ 70,000 രൂപ കിട്ടിയ കാര്യവും, ഷാജിദ ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയത്ത് ഷാജിദയ്ക്ക് സർജറി ചെയ്യാൻ പറ്റിയില്ല, ഹസ്ബൻഡ് മരിച്ചപ്പോൾ ചെയ്തു, അത് ഷാജിദയുടെ കഴിവാണ് എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഷാജിദ കുറച്ച് പവർ കേൾക്കാം. നീ എല്ലാ മഹല്ലക്കാരും മറ്റേ കൃഷ്ണനെ വരച്ച ആ പെണ്ണിന്റെ മഹല്ലത്തിലും ഒക്കെ പോയിട്ട് നീ ഇറങ്ങിയല്ലോ. നീ എന്റെ മഹല്ലത്തിലോട് ധൈര്യമുള്ളവളാണെങ്കിൽ എന്റെ മുന്നിൽ വന്ന് നിക്കടി. നിന്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കും. നീ കണ്ട പെണ്ണുങ്ങളൊന്നും അല്ല ഇതല്ലേ എല്ലാം തികഞ്ഞതാണ്. കാരണം എന്താ അറിയോ, ഈ പ്രായം കൊണ്ട് എല്ലാം ഞാൻ പഠിച്ചു വന്നതുകൊണ്ട് ഏതവളാണെങ്കിലും എവിടത്തെ അവളാണെങ്കിലും എനിക്ക് അറിയാടി പുല്ലേ. നീ ഇന്ന് എൻ്റെ മകൻ ആ വീഡിയോ കണ്ടിട്ടാണ് എൻ്റെ മകൻ നിന്റെ നമ്പർ ഉണ്ട് പറഞ്ഞിട്ട് അവനായിട്ട് വിളിച്ചതാണ്. രാവിലെ എണിച്ച് അവനായിട്ട് വിളിച്ചു, ഉമ്മ അവളുടെ നമ്പർ കിടക്കുന്നുണ്ട്, അവൾക്കൊന്ന് വിളിച്ചു നോക്കാൻ വേണ്ടി വിളിച്ചു. എടി നിനക്ക് എൻ്റെ മകൻ എത്തിങ്ങാനെ പഠിച്ച കുട്ടികള് ഇത്രയും അനാവശ്യം പറയാത്ത കുട്ടികളെ നിന്നെ അനാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങനത്തെ അവളാണെന്ന് ആ മക്കൾക്ക് മനസ്സിലായി. നിന്റെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന മക്കളാടി. അടി പുല്ലത്തി ഷെഫീന, നീ മറ്റുള്ളവരും ഏവളുമാരെ കയറി നീ കുറെ തനൂജന ഉണ്ടാക്കി, കുറെ മറ്റേ ആ കൃഷ്ണനെ വരയ്ക്കണ മറ്റുള്ളണ്ടാക്കി, എല്ലാവളുമാരെയും നീ ഉണ്ടാക്കും. ഷാജിന്റെ നെഞ്ഞത്തിൽ നീ കയറി ഉണ്ടാക്കിയ നിന്റെ അണ്ണാക്കിൽ ഞാൻ തരും. എന്നെ നീ ഉണ്ടാക്കാൻ വരണം. നിന്റെ വാപ്പാന്റെ നെഞ്ഞത്തും കൊണ്ടുവിടാൻ നീ പറയണ്ട. നിന്റെ പൊണ്ണന്മാര് 2 കൊലം ഇങ്ങനെ നടക്കാനും കൂടി വയ്യ. കാറിന്റെ ഉള്ളിൽ ഇരുന്ന് നിരങ്ങണ നീയും ഉമ്മയും മക്കളും കെട്ടിയോനെ എവിടെയോ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് മക്കളെ എന്നെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്റെ മുന്നിൽ ധൈര്യത്തിൽ വന്ന് നിൽക്കണം. നീ എന്റെ മാലത്തിലും വേറെ എടി പുല്ലത്തി, നീ വല്ല റംലൂനി മതി. എടി അവളുടെ മക്കൾ 3 പെൺകുട്ടികളുണ്ടെടി. ആ 3 ഒളിച്ചോടാണ്ട് അവള് നോക്കിയാ അവൾക്ക് നല്ലത്. അവള് ഏതൊക്കെ താഴ്ന്നിട്ട് എവിടെയൊക്കെ ഉയരത്തിൽ അവള് എങ്ങനെ വന്നത്, ഏത് ചെറ്റക്കൂടിൽ നിന്ന് എങ്ങനെ ഉയരത്തിൽ വന്നെന്ന് എനിക്കാടി അറിയുള്ളൂ. എടി ആ കുടുംബം നേരായി തന്നെ ഞാൻ കാലെടുത്ത് വെച്ചതിന്റെ ശേഷം അടി ചെറ്റേ ഞാൻ ഇവിടെ നിന്ന് പോയി 1,15 പവൻ എനിക്ക് തന്നിട്ട് ആ മുതലും കൊണ്ട് ആടി അവര് നേരായിരിക്കണത്. എടി ഞാൻ കാലെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ എന്റെ കെട്ടിയോനെന്ന് പറയുന്ന ആള് കുറച്ച് പാവവും
ആള് എല്ലാവർക്കും മനുഷ്യത്വ രൂപത്തിൽ എല്ലാവരും എൻ്റെ കുടുംബം, എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ കുടുംബം, എൻ്റെ കൂടപ്പിറപ്പുകൾ എന്ന് പറഞ്ഞിട്ട് മരിക്കണ വരയ്ക്കും ആ സ്നേഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നോണ്ടാടി ഞാനും മക്കളും ഇന്ന് തെരുവിൽ നിൽക്കേണ്ട വന്ന അവസ്ഥ വന്നത്. അറിയോടി നാറി, നിന്നെ പോലെയുള്ളവള് പോലെ കെട്ടിയോൻ ഉണ്ടായിട്ടും കടന്ന് നിരങ്ങണവളെ അല്ലടി ഞാന്. 15 കൊല്ലം കെട്ടിയോണ്ട് കൂടെ. ഈ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് 15 പവനും 1 ലക്ഷം രൂപയും കൊണ്ടാണ് ഷാജിദ ചെന്നത്. ഈ 15 പവൻ ഷാജിദയ്ക്ക് തന്ന സ്വന്തം ഉമ്മയല്ലേ അല്ലേ? അതുപോലെ തന്നെ ഷാജിദയുടെ ബാപ്പായെ അനിയത്തി അടിച്ചു, ഉമ്മ അടിച്ചു, പിന്നെന്താ അതുപോലെ തന്നെ ബാപ്പ ഭിക്ഷക്കാരനാണ്, ഭ്രാന്തനാണ്, അപ്പം ഞാൻ ബാപ്പായുമായിട്ട് ഫോട്ടോ എടുത്തു എന്നൊക്കെ പറയുന്നത്. ഇപ്പം സ്വന്തം ബാപ്പയാണ്, കൂടെ താമസിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബാപ്പായ്ക്ക് നല്ല ഫർദർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് കൂടെ കൊണ്ടുവന്ന് താമസിക്കുക, നല്ലൊരു സഹായമാവും. കാര്യം ആ കുഞ്ഞുങ്ങൾക്ക് ഒരു സപ്പോർട്ടാവും, മുന്നോട്ട് കൊണ്ടുപോകുക. ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന അസുഖങ്ങളേ ഉള്ളൂ, അതൊക്കെ മാറ്റിയെടുക്കുക. അതൊക്കെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അതെൻ്റെ തന്തയാണെന്ന് ഞാൻ ആട്ടോ ചേട്ടന്മാരോട് പറഞ്ഞു. അതൊക്കെ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. എന്തായാലും ഷാജിദ കുറച്ച് മാറാൻ ശ്രമിക്കുക. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇത്രമാത്രം വളരെ എന്നുവെച്ചാൽ ഒരാളോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. ആരോട് ഷാജിദയ്ക്ക് സ്നേഹമില്ല, ആ മക്കളോട് പോലും സ്നേഹം ഉണ്ടായിട്ട് എനിക്ക് തോന്നില്ല. കാര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും ഷാജിദ ഇതിലൊന്നും മക്കളെ കൊണ്ടുവരില്ല. കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ, അവർ 5 പേര് പഠിക്കട്ടെ, പഠിച്ച് നല്ല രീതിയിൽ മുന്നേറട്ടെ. ഞാൻ ഷാജിദയുടെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് കണ്ടു. ഷാജിദയുടെ മക്കൾ പഠിച്ച് നല്ലൊരു സ്കൂളാണ്, അവിടെ 80 എത്രാണ്ട് കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ട്. ഷാജിദയുടെ മക്കൾ പഠിക്കാത്തതുകൊണ്ടാണ് അവർക്ക് ഈ മാർക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കമൻറ്റ് കണ്ടു. അതൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങൾ. ചില കുഞ്ഞുങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ പഠിക്കാൻ പറ്റാതെ വരും. അതൊക്കെ അവരുടെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് മനസ്സിലാക്കിയെടുക്കാം. ഇതിപ്പോൾ അതല്ല ഞാൻ പറയുന്നത്. ഷാജിദ സോഷ്യൽ മീഡിയയിൽ പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പറയുക കേട്ടോ. അല്ലെങ്കിൽ ഇത് തിരിച്ച് നമ്മുടെ മുന്നിലേക്ക് തന്നെ തിരിച്ചു വരും. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, നമ്മൾ ഒരു കൈ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള 4 വിരലുകൾ നമുക്ക് നേരെയാണ് ചൂണ്ടുന്നത്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ യു.